ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് നടക്കാൻ പോയിന്ന് താമസിച്ച് പോയി. ഇന്നലെ ഒത്തിരി ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. ഇന്നാണെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം. അപ്പോൾ അതിന് മുമ്പ് കുറേ അധികം ജോലിയൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം പോകാനായിട്ട്. പക്ഷെ നടത്തം മുടക്കണ്ടെന്ന് കരുതി ഇനി നാളെ രാവിലെ പോകാൻ പറ്റത്തില്ലല്ലോ. നാളെ എന്തായാലും വീട്ടിൽ പോകാനാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഏട്ടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാൻ പോവാം. കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും വന്ന് കുളിച്ച് വന്നിട്ടുണ്ട്. തല നനച്ചില്ല കേട്ടോ, കാരണം ബസ്സിൽ കയറി പോകണ്ടേ അല്ലേ. പിന്നെ അത്യാവശ്യം കറിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവർ പുറത്തുനിന്നായിരിക്കും മിക്കവാറും കഴിക്കുന്നത്. എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് തന്നെ കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ എന്തൊക്കെ വെച്ചെന്ന് കാണിക്കും. രാവിലെ തുടങ്ങിയ പരിപാടി ഇന്നാണെങ്കിൽ കുറച്ച് താമസിച്ചാണ് എണീറ്റത്. പിന്നെ നടക്കാൻ പോയി അവിടുന്ന് വന്നിട്ട് പച്ചക്കറി കടയിൽ പോയി, സൂപ്പർ മാർക്കറ്റിൽ പോയി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ജോലി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഈ ചൂടത്ത് അടുക്കള നിൽക്കാൻ എന്തൊരു പാടാണ്, ഭയങ്കര പാട്. സാരമില്ല, ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പ് കാണണം. അപ്പോൾ ഞാൻ എന്തൊക്കെ കറി വെച്ചെന്ന് കാണിക്കാവേ. കുറേ അധികം വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അതെല്ലാം പല രീതിയിലാണ്. അതായത് അത് മാത്രമായിട്ടൊരു കറി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു അവിയൽ പരുവത്തിലൊരു അസ്ത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വൈകിട്ടാണെങ്കിൽ കഞ്ഞിയുടെ കൂടെയും പോകും. പിന്നെ മോര് കാച്ചിയിട്ടുണ്ട്. ഇതൊക്കെ വിഷുവിന് ബാക്കി വന്ന പച്ചക്കറിയാണ് കേട്ടോ. പിന്നെ ഈ അച്ചിങ്ങ പയറല്ല, ഇത് ഇന്ന് രാവിലെ പോയി വാങ്ങിച്ചതാണ്. അതിൻ്റെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നു. ഇവർ കഴിച്ചാൽ മതി, അതോ അച്ഛനെ കൊണ്ട് രാത്രി വേറെ ഫുഡ് വാങ്ങിപ്പിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ രണ്ടുപേരിരുന്ന് TV കാണലാണ്. ഞാനിന്ന് പോകുന്നതുകൊണ്ട് വലുതായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇനി ഞാൻ പോകാൻ റെഡി ആകട്ടെ. ഇനി താമസിച്ചാൽ ശരിയാവത്തില്ല. ഇന്നിപ്പം വ്യാഴാഴ്ച, നാളെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവരെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് വരാൻ തീരുമാനിച്ചു. അവർ ഓക്കെയാണ്. പാറു നീയൊക്കെ ഹാപ്പി അല്ലേ ഞാൻ പോകുന്നതിന്? എനിക്കറിയാം, നിങ്ങൾക്ക് അച്ഛയുടെ ഇഷ്ടം കാര്യങ്ങളൊക്കെ സാധിക്കാമല്ലോ അല്ലേ? എഴുന്നേറ്റ് കഥ അടച്ചേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഇറങ്ങാണ്. ഇനി വീട്ടിൽ പോവാണ്. ഇപ്പം ഇറങ്ങിയാൽ 2 മണി എന്തോ ആയി, 5 മണിയൊക്കെ ആകുമായിരിക്കും ഹരിപ്പാടെത്തുന്നു. പിന്നെ അവിടുന്ന് ബസ്സിന് കയറി പോകണം. അപ്പോൾ വെൽക്കം ടു എൻ്റെ പുതിയ എപ്പിസോഡ് ഓഫ് മൈ നെയിം ഈസ് മിയ. ഈ ഉച്ച സമയത്ത് വൈറ്റില ഹബ്ബിൽ നിന്ന് ബസ് കയറാൻ വന്നാലുള്ള പ്രയോജനം എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലത്തേക്ക് പോകാനുള്ള ബസ് പിടിച്ചിട്ടുണ്ടാകും. രാവിലെയൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാ, സീറ്റ് കിട്ടാൻ തന്നെ നല്ല പാടാണ്. എനിക്കാണെങ്കിൽ KSRTC ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ട് സീറ്റ് കിട്ടുന്നതാണ് ഏറ്റവും സന്തോഷം. ഇന്നിപ്പോൾ കായംകുളം ഫാസ്റ്റ് പാസഞ്ചറാണ് കിട്ടിയത്. ഇതിൽ ആളുകളേ ഇല്ല, കൂടിപ്പോയാൽ ഒരു 5-6 പേരോ കാണും. ഞാൻ ഓർക്കും ഇവിടുന്ന് അവിടം വരെ ഈ വണ്ടി ഇത്രയും ഓടിയിട്ട് ആളുകളില്ലെങ്കിൽ എന്ത് നഷ്ടമായിരിക്കുന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ മാറി കേട്ടോ. ഇതിപ്പോൾ വൈറ്റിലേന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ബസ്സിൽ ആരും ഇല്ലെന്ന്. നോക്കിക്കേ, വളരെ കുറച്ച് ആൾക്കാർ. പിന്നെ ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കണം റൈറ്റ് സൈഡിൽ ഇത്തിരി വെയിലായപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് മാറി. അവിടെയും ഫ്രണ്ട് സീറ്റിൽ ആളില്ല. വണ്ടി ഏതായാലും ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് സ്ഥിരമായിട്ട് യാത്ര ചെയ്താൽ നമുക്ക് പുറകിലിരിക്കുന്ന ഭയങ്കര അരോചകമായിട്ട് തോന്നും. കാരണം ഈ കാഴ്ചകളും അതുപോലെ ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, അത് KSRTCയിൽ ഈ ഒരു കൈയൊക്കെ വെച്ച് വളച്ചെടുക്കുന്നത്, അതൊക്കെ നല്ല സ്റ്റൈലല്ലേ. അപ്പോൾ ഞാൻ ഹരിപ്പാടെത്തി. ഇത്തവണ നാരാത്തറ ഇറങ്ങിയ കേട്ടോ. കാരണം 5 മണിയായപ്പോൾ തന്നെ ഇവിടെ എത്തിയത് കൊണ്ട് എനിക്കിപ്പോൾ ഒരു ബസ്സുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നാരാത്തറ വന്ന് ബസ് കയറി പോകാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഞാൻ എൻ്റെ മക്കളോട് പറയായിരുന്നു ഞാൻ എൻ്റെ സ്വർഗ്ഗരാജ്യത്ത് പോകാമെന്ന്. ഇത് എനിക്കെന്തോ എൻ്റെ വീടെന്ന് പറയുമ്പോൾ ഇത് ഇപ്പോഴും ഭയങ്കര ഫീലാണ്. പക്ഷേ ഇവിടെ വന്നപ്പം എൻ്റെ മാതാശ്രീ മുളക് പൊടിക്കാൻ പോയേക്കായിരുന്നു. പക്ഷേ ആളെനിക്ക് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത്. അങ്ങനെ വന്ന് കയറിയപ്പോൾ തന്നെ അമ്മ അതൊക്കെ എടുത്തു തന്ന്. ഈ ചൂടത്ത് അത് കഴിക്കുമ്പോൾ എന്തൊരു ആശ്വാസം അല്ലേ. പിന്നെ ഈ കാണുന്നത് ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന പരിപ്പുവട, നെയ്യപ്പം, സുഖിയനൊക്കെയാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനങ്ങൾ. അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാറണ്ടേ, നീ സാരി എടുത്തോണ്ട് വരണ്ടേ? കല്ലിടിച്ച് രാവിലെ കൊടുത്തിരുന്നു പോലെ മിൽമേടയാണ് ഇത് വലിയ. പിന്നെ പഴം അവിടെ ഇച്ചിരി ഇരിക്കുന്ന ഇച്ചിരി
ഇച്ചിരി പഴുപ്പ് കൂടുതല. ഞാൻ അതും ഇതും കൂടെ മിക്സ് ചെയ്തേ പാത്രത്തിനകത്താക്കി കൊണ്ടുവരാം. ഇതൊന്ന് കഴിക്കണേ. എൻ്റെ കയ്യിൽ നടന്നു പോകും. ഇത് 60 രൂപ. ഇതാണ് നമ്മുടെ ഇതിന്. ഇത് റിച്ചാന്ന് തോന്നുന്നു. സൂപ്പർ റിച്ച്. ഇത്തിരി കട്ടി കൂടുതല. മണ്ണ് പറ്റിയില്ലേ പാലില്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ അങ്ങ് മറന്നു. പിന്നെ ഇവിടുത്തെ ആ ഒരു കാര്യം പറച്ചിലും അങ്ങനെയൊക്കെ പോകും. രാവിലെ ഇന്ന് എണീറ്റ് ഭയങ്കര ചൂട്. അതായത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ അവിടെ നിൽക്കുവാണെങ്കിൽ ആ വീടിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കത്തില്ല. ഇപ്പോൾ രാവിലെ ഞാനിവിടെ എണീറ്റ് മാങ്ങ പറിച്ചു. മാങ്ങ ഉണ്ടായിരുന്നു കുറച്ച്, വളരെ കുറച്ച്. അപ്പം മാങ്ങ പറിച്ചു. പിന്നെ ഞങ്ങളുടെ ബസ് പോകുന്ന അച്ചുമ്മ മാങ്ങ പറിച്ച്, പിന്നെ കുളിച്ച്, പിന്നെന്താ വീടൊക്കെ വൃത്തിയാക്കി അങ്ങനെ പോയി. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല ഒരു ഫംഗ്ഷന് വന്നിട്ടുണ്ടെന്ന്, അത് കല്ലിടീച്ചിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരിച്ച് പോകാനായിട്ട്. ഉച്ചയ്ക്ക് ഉണ്ണാനൊന്നും നിൽക്കുന്നില്ല, നേരത്തെ തന്നെ പോകും. കാരണം ഇന്നലെ പാറു വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെയൊക്കെ പോന്നു. അപ്പോൾ ഇവിടെ രാവിലെ അപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അപ്പം ഉണ്ടാക്കുന്നു, ഞാനിങ്ങനെ വെറുതെ കുളിച്ചിങ്ങനെയൊക്കെ നടക്കുന്നു. ഇവിടെ വന്നാൽ ഇവിടെ മാറി ഇരിപ്പും കിടപ്പുമൊക്കെ കൂടുതലായിട്ട്. അപ്പോൾ ഇനി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നൊക്കെ കാണിക്കാം. മൂന്നാല് കറി വെക്കുന്നതേ എടുത്തിടണം. എനിക്ക് കോവയ്ക്ക അച്ചാറിടണം. നമുക്ക് കോവയ്ക്ക അച്ചാർ ഇതിനകത്ത് ഇട്ട് വെച്ച് വെള്ളം എടുത്ത് കേട്ടത് കോവയ്ക്ക അച്ചാറിടുന്ന കാര്യം. അതായത് അമ്മ യൂട്യൂബിൽ എവിടെയോ കണ്ട് നീ അതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യണം, നീ എന്തുവാ ഈ ചോറ് വിളമ്പുന്ന മാത്രം വീഡിയോ ചെയ്യുന്നത്. അമ്മ ആരുടെ യൂട്യൂബ് ചാനലിൽ കണ്ടെന്ന് കോവയ്ക്ക അച്ചാറിടുന്നത്, അത് അടിപൊളി ടേസ്റ്റാന്നൊക്കെ പറഞ്ഞു. അതുപോലത്തെയൊക്കെ ഞാൻ ചെയ്യണമെന്നാണ് അഭിപ്രായം. അപ്പോൾ ഇനി വരുമ്പോൾ അമ്മയെ കൊണ്ടെങ്കിൽ കോവയ്ക്ക അച്ചാറൊക്കെ ഇടിപ്പിച്ച് കാണിക്കാം. പിന്നെ ഞാൻ വന്ന ഫംഗ്ഷൻ ഇതാണ്, കല്ലിടീച്ചിൽ. പുതിയൊരു വീട് വെക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് കല്ലിടീച്ചിലാണല്ലോ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കുഴിയൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. പണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ വീടൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ കണ്ടെങ്കിലും അന്ന് കുഞ്ഞല്ലേ, ഇതൊന്നും ശ്രദ്ധിക്കത്തൊന്നുമില്ല. ഇപ്പോഴാണ് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. നമുക്ക് ബന്ധുബലം കൂടുതലായതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുതിയ വീടിൻ്റെ കല്ലിടീച്ചിൽ ചെയ്യുവാണ്. പിന്നെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സും ഫംഗ്ഷൻസും ഒക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആദ്യം ഈ കല്ലിടുമ്പോഴുണ്ടല്ലോ, ഇതിൻ്റെ കൂട്ടത്തിൽ ഗോൾഡ് വെക്കും അത്രേ. ഈ ഗോൾഡ് വെച്ചിട്ടാണ് കല്ല് അതിൻ്റെ കൂടെ സിമെൻ്റൊക്കെ തേച്ച് ഒട്ടിച്ച് വെക്കുന്നത്. അതെനിക്ക് പുതിയൊരു അറിവായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ അന്നേരം വിചാരിച്ചു പണ്ട് നിധി കുഴിച്ചിടുന്നതൊക്കെ ഈ വീട് വെക്കുന്ന സമയത്തായിരിക്കുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പം, ഉഴുന്നുവട, സ്റ്റൂ, കടലക്കറി, പഴം. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം എനിക്ക് പോണ സമയം 10 മണിയായി. ഞാനാണെങ്കിലേ ബസ്സിൽ വരുന്നതുകൊണ്ടേ ഭയങ്കര ചൂടാണ്. എന്തോ ചൂടാണെന്നറിയാം. അങ്ങ് ചെല്ലുമ്പോൾ നമ്മളൊരു കുഴുങ്ങിയ അവസ്ഥയിലാണ്. ഇന്നിപ്പോൾ ഇവിടെ ഇച്ചിരി മേഘമൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ ചൂടുണ്ട്, പക്ഷേ വെയിലില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പോകാനായിട്ട് റെഡിയാകാൻ നേരത്തെ അമ്മ പറഞ്ഞു ആർക്കോ മാങ്ങ കൊടുക്കണം, അതിലിനി 2-3 മാങ്ങയുണ്ട്, അതങ്ങി പറിച്ചേക്ക്, അത് അവർക്കങ്ങ് കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ ഈ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുമ്പം പറയുന്ന സ്റ്റോറികളുണ്ടല്ലോ, അതെല്ലാം ഈ നാടും ഈ നാട്ടിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഈ അയൽവക്കത്ത് തന്നെ ഒരു കൊല ഒടിഞ്ഞു വീണാലേ, അതായത് ഈ കായൊക്കെ ഒടിഞ്ഞു വീഴത്തില്ലേ, അതാകുമ്പോൾ ആ എല്ലാ വീട്ടിലും ആ ദിവസം കാത്തോരനായിരിക്കും. ഷെയറിങ് ഈസ് കെയറിങ്, അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ മാങ്ങ പഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. പച്ചമാങ്ങ ആകുമ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹരിപ്പാടേക്ക് പോവാണ്. എൻ്റെ കൂട്ടത്തിൽ അമ്മയുണ്ട്. ഇതുവഴി പോകുമ്പോൾ ഒരു തണുപ്പുണ്ട്, ഹൈവേ കൂടെ പോകുമ്പോഴേ. ആ പറഞ്ഞത് ശരിയായിട്ടോ, നമ്മുടെ നാട്ടിൽ കൂടെ ഇങ്ങനെ ബസ്സിൽ വരുമ്പോൾ നല്ല തണുപ്പും കാറ്റും ഒക്കെ തോന്നും. പക്ഷേ ഹൈവേയിലോട്ട് കയറുമ്പോൾ ഒരു ചൂട് കാറ്റാണ്, ഭയങ്കര പുകയും. ഇതിപ്പോൾ ഞാൻ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഈ സ്റ്റാൻഡിനകത്തോട്ട് എല്ലാ ബസ്സുകളും ഒന്നും കയറുന്നില്ല. സ്വിഫ്റ്റൊക്കെ അങ്ങ് നേരെ വട്ടടിച്ച് പോവുക. പിന്നെ കുറേ നേരം നിന്നിട്ടാണ് എനിക്ക് ബസ് കിട്ടിയത്. അങ്ങനെ പുഴുങ്ങിയെടുത്ത് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഹലോ, എൻ്റെ ഫോൺ എടുക്കാൻ ആര് പറഞ്ഞേ? കണ്ട അമ്മയെ കണ്ടിട്ട് ഒരു വികാരം ഇല്ലല്ലോ.
ഞാൻ വിചാരിച്ചു ഇന്നലെ പോയിട്ട് ഇന്ന് വീട്ടിൽ വരുമ്പോൾ ഇവരെൻ്റെ അടുക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അമ്മേന്നും പറഞ്ഞു ഓടി വരുന്നു. പക്ഷേ വന്നതേയില്ല. കാരണം അവർക്ക് അച്ഛൻ അവരുടെ കാര്യങ്ങളെല്ലാം സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സമ്മതിക്കാത്ത കുരുത്തക്കേടുകൾക്കെല്ലാം കൂട്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരെങ്ങനെ അമ്മയെന്നും പറഞ്ഞ എൻ്റെ അടുക്ക് ഓടി വരും. അപ്പോൾ ഇന്ന് ഇവർക്ക് ലഞ്ചിന് ബിരിയാണി ആയിരുന്നു, അതും ചെന്നൈ ബിരിയാണി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനതൊന്ന് കഴിക്കട്ടെ. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.